ഇന്ന് നമുക്ക് സിമ്പിളായിട്ട് ചോറ് മാത്രം വെച്ച് കറി വെക്കാൻ മടിയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഒരു ഇറച്ചിച്ചോറിൻ്റെ റെസിപ്പി പറയാൻ വിചാരിച്ചു. ഹോസ്റ്റലേഴ്സിനും ഒറ്റയ്ക്ക് നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു സാധനം കേട്ടോ. അപ്പോൾ ഒരു കുക്കർ എടുത്ത് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം നമ്മൾ ഒരു വല്യുള്ളി ചെറിയതായിട്ട് സ്ലൈസാക്കി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. അത് നല്ലോണം വാട്ടിയെടുക്കുക. വാട്ടിയെടുത്ത് അതിൻ്റെ അകത്തേക്ക് നമ്മൾ പച്ചയാണെങ്കിൽ നിങ്ങൾക്ക് മടിയൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു പച്ചമുളക്, കുറച്ച് ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി ഇവ പേസ്റ്റാക്കിയിട്ട് എടുക്കുക. പേസ്റ്റാക്കാൻ മടിയുള്ള ആൾക്കാർ എന്നെ പോലെ നല്ല രീതിയിൽ ചെറുതാക്കി കട്ട് ചെയ്ത് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. മടി കുറച്ചധികമാണ്, എന്നാലും വേണ്ടിയില്ല. എന്തായാലും ഇത് വെന്ത് കഴിഞ്ഞാൽ ഇത് കാണാനൊന്നും പോകുന്നില്ല. അപ്പോൾ പിന്നെ പേസ്റ്റാക്കാൻ മടിയുള്ള ആൾക്കാർ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഇല്ലെങ്കിൽ പേസ്റ്റാക്കി ഇട്ട് കൊടുക്കാൻ പറ്റുന്ന പോലെ പേസ്റ്റാക്കി ഇട്ട് കൊടുക്കുക. അങ്ങനെ ഈ 3 സാധനം കൂടി ചേർത്തതിന് ശേഷം നമ്മൾ നല്ലോണം വാട്ടിയെടുക്കുക. നല്ലോണം വാട്ടി അതിലേക്ക് ഒരു മീഡിയം സൈസുള്ള തക്കാളി, ഒരു ഫുൾ തക്കാളിയും നല്ല രീതിയിൽ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ചെറിയ രീതിയിൽ കട്ട് ചെയ്താൽ മാത്രമേ ഇത് നല്ല രീതിയിൽ വാടി അങ്ങ് കാണാത്ത രീതിയിലായിട്ട് കിട്ടുള്ളൂ കേട്ടോ. ഇല്ലെങ്കിൽ നമുക്കിതിങ്ങനെ തക്കാളീന് വലിയ വലിയ പീസായിട്ട് കാണാൻ പാടില്ല. അതിനാണ് നമ്മൾ ചെറിയ കഷ്ണമായിട്ട് ഇട്ടുകൊടുത്തത്. അങ്ങനെ ഈ എല്ലാ സാധനങ്ങളും ഇട്ട് നമ്മൾ തീയൊരു അത്യാവശ്യം നല്ല ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളിത് വാട്ടി നല്ലോണം വാട്ടിയെടുക്കണം. ഇളക്കിലേക്ക് നല്ല വാട്ടിയെടുക്കുക. ഈ വാട്ടിയതിലേക്ക് 1.5 ടീസ്പൂണ് ഉപ്പാണ് ചേർക്കുന്നത്. നമ്മൾ ആവശ്യത്തിന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ആവശ്യത്തിന് ഇട്ടാൽ മതി. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഈ സാധനങ്ങളൊക്കെയാണ് നമ്മളിടുന്നത്. ഉപ്പ് നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് ഇട്ടാൽ മതി. വെറുതെ അധികമായി പോയി കുറഞ്ഞു പോയി എന്നുള്ളത് തോന്നുന്നത് കൊണ്ട് ചെക്ക് ചെയ്തിട്ട് ഇട്ടാൽ മതി. ഓക്കെ, ഇത്തരം സാധനങ്ങൾ ഇട്ടതിന് ശേഷം നമ്മളതിലേക്ക് ഒരു മാഗി ക്യൂബ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചോറിനും ഇതിൻ്റെ ഒരു ടേസ്റ്റ് ആവും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളൊരു മാഗി ക്യൂബ് കൂടി ഇട്ട് കൊടുക്കുന്നത്. ഇങ്ങനെ ഇതെല്ലാം കൂടെ ഒന്ന് ആ പൊടികളുടെയൊക്കെ ഒരു പച്ചമണം മാറുന്ന രീതിയിൽ നമ്മളൊന്ന് വാട്ടിയെടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടി ഇട്ടെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളം ഒഴിച്ചതിന് ശേഷം ചിക്കൻ ഇടാം. ഇല്ലെങ്കിൽ ആദ്യം ചിക്കൻ ഇട്ട് ചിക്കൻ ഈ മസാലയിലൊന്ന് വാട്ടിയെടുത്തതിന് ശേഷം വേണം വെള്ളം ഒഴിക്കാം. ഇതൊക്കെ നിങ്ങൾ ഇഷ്ടമാണ് കേട്ടോ. ഇനി സിമ്പിളായിട്ട് എന്താണ് ചെയ്യുന്നത് വെച്ചാൽ അങ്ങനെ വേണ്ടി ചെയ്താൽ മതി. ഓക്കെ, ഇനി ചിക്കൻ ഇട്ടതിന് ശേഷം നമ്മൾ ഈ ചിക്കൻ ഒന്ന് അടച്ച് വെച്ച് വേവിക്കണം. ആ ചിക്കൻ വേവാൻ വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. ചോറിൻ്റെ അരിൻ്റെ അനുസരിച്ചുള്ള കണക്കിലാണ് വെള്ളം വേണ്ടത്. അതുകൊണ്ട് തന്നെ ഞാനത് കണക്കാക്കിയിട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ചെടുക്കുന്നത്. ഇത് ഫ്രോസൺ ചിക്കൻ ആയതുകൊണ്ട് തന്നെ ഏകദേശം ഒരു 3 to 4 വിസിൽ വരെ അടിച്ചാൽ മാത്രമേ ഏകദേശം ഇതൊന്ന് വെന്ത് കിട്ടത്തുള്ളൂ. ചില സമയത്ത് ചിക്കൻ വേകാൻ കുറച്ച് ടൈം എടുക്കുന്ന പോലെ തോന്നും. അപ്പോൾ ഒരു 4 വിസിലൊക്കെ ഞാൻ എപ്പോഴും അടിക്കാറുണ്ട് കേട്ടോ. അപ്പം ഇത് അടിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതൊന്ന് ഇളക്കിയിട്ട് ഞാനിതൊന്ന് വേവിക്കാൻ വേണ്ടി വെക്കുന്നുണ്ട്. നല്ല ഹൈ ഫ്ലെയിമിലാക്കിയിട്ട് ഒരു 4 വിസിൽ എന്നുള്ള രീതിയിൽ. അതങ്ങോട്ട് മാറ്റി വെച്ചതിന് ശേഷം ഞാനിതാ 1 കപ്പ് റൈസാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് കേട്ടോ. ഞാനിത് സ്റ്റെയിനറിൽ ഇട്ടിട്ട് ഞാനൊരു പാത്രത്തിൻ്റെ ഒക്കെ തട സോക്ക് ചെയ്യാൻ വെക്കുന്നുണ്ട്. സോക്ക് ചെയ്ത് വെച്ചാൽ സെറ്റ് ആവുള്ളൂ കേട്ടോ. അത് സോക്ക് ചെയ്ത് കഴുകി അങ്ങോട്ട് ഊറ്റിയട വെക്കണം. കുറച്ചൊരു സോക്ക് ചെയ്ത് വെക്കുന്നത് നല്ലതാണ് കേട്ടോ. അതിനുശേഷം നമ്മൾ 4 വിസിൽ അടിച്ചിട്ടുണ്ട്. ചിക്കൻ വെന്ത് എന്നുള്ളത് കൺഫേം ആക്കിയിട്ടുണ്ട്. ചിക്കൻ ഞാൻ മാറ്റി വെച്ചിട്ട് വെള്ളം ഒന്ന് അളവ് നോക്കുന്നുണ്ട്. കാരണം ഫസ്റ്റായിട്ട് ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് അളവ് നോക്കി ഉണ്ടാക്കുന്നതായിരിക്കും വളരെ നന്നാവുക. പിന്നെ അങ്ങോട്ട് എക്സ്പെർട്ട് ആയാൽ പിന്നെ നമുക്ക് അളവൊന്നും നോക്കണ്ട, വെള്ളമൊന്നും നോക്കണ്ട. അപ്പോൾ ഞാൻ ഒഴിച്ച ഏകദേശം 1 കപ്പ് വെള്ളം തന്നെ കറക്റ്റായിട്ടുണ്ട്. അപ്പം 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ള രീതിയിലാണ് നമ്മൾ ചോറ് വെക്കാൻ വേണ്ടി എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇത് ഏകദേശം 1 കപ്പുണ്ട്. നമ്മളിതിലേക്ക് 1/2 കപ്പും കൂടെ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഈ വെള്ളം നല്ല ഫ്ലെയിമിലിട്ട് നല്ല തിളപ്പിച്ചെടുക്കുക. ഈ തിളപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ ചെക്ക് ചെയ്തതിന് ശേഷം ഞാൻ കുറച്ചുകൂടെ ചോറും കൂടെ കണക്കാക്കിയിട്ട് കുറച്ചുകൂടെ ഉപ്പ് വേണ്ടത് പോലെ തോന്നിയിട്ട് ഞാൻ കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് ഉപ്പ് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഉപ്പ് ഇട്ട് കൊടുക്കുക. വെള്ളം നല്ല രീതിയിൽ തിളച്ച് വരുമ്പം അതിലേക്ക് നമ്മൾ കഴുകി ഊറ്റി വെച്ച റൈസും ഇട്ട് കൊടുക്കുക. ആ ബാക്കി ചിക്കനും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മളിത് അടച്ച് വെച്ചിട്ട് 1 വിസിലിലാണ് കേട്ടോ വേവിക്കേണ്ടത്. ഈ സാധനങ്ങളെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം ഇട്ട് ഒന്ന് മിക്സാക്കി വെക്കുക. കണ്ട അരി കുറച്ചൊരു സോക്ക് ചെയ്ത് വെച്ചത് മാത്രമേ നല്ലൊരു വേവ് ഒറ്റ വിസിൽ നല്ല രീതിയിൽ വെന്ത് കിട്ടത്തുള്ളൂ. അപ്പം അരി കുറച്ചൊരു സോക്ക് ചെയ്ത് വെക്കുക. കഴുകിയതിന് ശേഷം സോക്ക് ചെയ്ത് വെക്കുന്നതായിരിക്കും നന്നാവുക. കാരണം സോക്ക് ചെയ്ത് വെച്ചിട്ട് കഴുകാൻ നിൽക്കുമ്പോൾ അരി പൊടിഞ്ഞു പോവും. ആദ്യം തന്നെ കഴുകിയിട്ട് സോക്ക് ചെയ്ത് വെക്കുക. അപ്പം ഇത് മൂടി വെച്ച് ഒറ്റ വിസിൽ മാത്രം ഹൈ ഫ്ലെയിമിൽ, എന്നിട്ട് മാറ്റി വെച്ച് ഒരു 10 to 15 മിനിറ്റ് തുറക്കാതെ ഇവിടെ വെക്കുക. ഇപ്പം നോക്കിയേ, നമ്മുടെ ഇറച്ചിച്ചോറ് ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ഇന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്ത് കുറച്ച് തൈരൊക്കെ കൂട്ടി ഇങ്ങോട്ട് കഴിക്കുക. ഇത്രയുള്ള പരിപാടി.